കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാക്കാൻ കാരണമാകുന്ന 13 തരം ഭക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഇവ ഓവുലേഷൻ കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് കാരണമാകുന്നു. അത് ഫെയിൽ ആക്കുന്നത് നമ്മുടെ യൂട്രസിലെ കോൺട്രാക്ഷൻസ് കൊണ്ടുവന്നിട്ടാണ്. യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്രസിൻ്റെ മസിൽസ് ഒക്കെ സ്ട്രെച്ച് ആവുകയും നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് പീരിയഡ്സ് ഇൻഡ്യൂസ് ആകാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നു. ഒരുപാട് ആളുകൾക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചിലപ്പോൾ ഈ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും പ്രഗ്നൻസി സക്സീഡ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നവരുണ്ട്. പലരുടെയും യൂട്രസ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുമ്പോഴേക്കും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് ക്യാനിൽ വരുന്ന സീ ഫുഡ്സ് ആണ്. അതായത് ഇപ്പോൾ പുറമേയുള്ള ആളുകളാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആളുകളാണെങ്കിലും ക്യാൻഡ് ആയിട്ടുള്ള ടിന്നിലുണ്ടായിട്ടുള്ള സീ ഫുഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ട്യൂണ ആയാലും അല്ലെങ്കിൽ മറ്റു പല ഫിഷ് ഐറ്റംസ് ആണെങ്കിലും ക്യാനിലുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ലൈക്ക് ലിസ്റ്റീരിയ പോലുള്ളവ ഇതിലുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡാമേജ് ഉണ്ടാകുന്നതിന് കാരണമാവുകയും അതുപോലെ കുഞ്ഞിന് ഡെവലപ്മെൻറ്റ് നിന്ന് പോകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഡെവലപ്മെൻറ്റ് നിന്ന് പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് മറ്റുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഗ്രോത്ത് അവിടെ വെച്ച് തന്നെ നശിച്ചിട്ട് മിസ്കാരേജ് ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. രണ്ടാമതായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ് മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ്. ഒരുപാട് ആളുകൾ കമൻസിൽ ചോദിച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കഴിക്കാമോ എന്നതിനെ പറ്റിയിട്ട്. ഉരുളക്കിഴങ്ങ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഉപയോഗിക്കാതെ വെച്ച് അത് കുറച്ചൊന്ന് ഒരു ടൈം പീരീഡ് സർട്ടൻ ടൈം പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിൽ മുള പൊട്ടി വരാനായിട്ട് തുടങ്ങും. മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മളാണെങ്കിലും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിലും നോർമൽ ആയിട്ടുള്ളവരാണെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇതിൽ സൊലാനിൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ശരീരത്തിൽ മിസ്കാരേജ് ഉണ്ടാവാനായിട്ട് കാരണമാവുന്നു. ഒരുപാട് വീടുകളിൽ ആ മുള വന്നിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞെടുത്തിട്ട് ബാക്കി ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു അംശം ശരീരത്തിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾ കുക്ക് ചെയ്താലും അതിൻ്റെ എഫക്റ്റ് പോയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം കേട്ടോ. മൂന്നാമതായിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് ആനിമൽ ലിവർ. ഒരുപാട് ആളുകൾ ലിവർ കഴിക്കുന്നവർ, ലിവറിനോട് ഇഷ്ടമുള്ളവരുണ്ട്. ഒരുപാട് പേര് വട്ടും കരളും മാത്രമായിട്ട് മേടിച്ച് കഴിക്കുന്ന ആളുകളുമുണ്ട്. ഇത് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള അതിൻ്റെ കലവറയാണ് ലിവർ എന്ന് പറയുന്നത്. പക്ഷേ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആനിമലിൻ്റെ ഒരു ലിവറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുഞ്ഞിനും ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ എ ഉണ്ട്. ഈ വിറ്റമിൻ എ നമ്മൾ എക്സസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മറ്റുള്ള പല അബ്നോർമാലിറ്റീസും അതുപോലെ മിസ്കാരേജ് ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട്. വിറ്റമിൻ എയുടെ ഐറ്റംസ് ആണെങ്കിൽ, വിറ്റമിൻ എയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും നമ്മളൊരു സർട്ടൈൻ കാലാവധിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. വിറ്റമിൻ എയുടെ ഡ്രോപ്സ് ഒക്കെ ആണെങ്കിലും ഡോക്ടേഴ്സ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ടൊന്നും ആർക്കും കൊടുക്കില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വിറ്റമിൻ എയുടെ ഡ്രോപ്സ് ഒക്കെ ഒരു 6 മാസം കൂടുന്ന ഒരു ഇന്റർവെല്ലിലേ കൊടുക്കുകയുള്ളൂ. എക്സസ് ആയിട്ട് വിറ്റമിൻ എ ശരീരത്തിൽ എത്തുന്നതും നല്ലതല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറയ്ക്കുക. അതല്ലാതെ നിങ്ങൾ കുറച്ച് 1-2 കരൾ മാത്രം നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അത് മിസ്കാരേജിന് കാരണമാവില്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നാലാമതായിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് പപ്പായ. പഴുത്ത പപ്പായ കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ പച്ച പപ്പായയിൽ ഉണ്ടാകുന്ന എൻസൈം യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവാനായിട്ട് കാരണമാകുന്നു. യൂട്രസ് വികസിച്ച് കഴിഞ്ഞ് സ്ട്രെച്ച് ആവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് ചിലപ്പോൾ അത് ആ മസിൽസിനെയൊക്കെ ആ ഉള്ളിലുള്ള ആ ഒരു കുഞ്ഞിനെ എംബ്രിയോനെ പുറത്തേക്ക് തള്ളാനായിട്ട് നോക്കും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നത് കേട്ടോ. കഴിവതും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ പച്ച പപ്പായ കഴിക്കുന്നതോ അതിൻ്റെ തോരൻ വെച്ച് കഴിക്കുന്നതായിട്ടുള്ള ശീലമുണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഒരു തവണ പപ്പായ തോരൻ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും മിസ്കാരേജിന് കാരണമാവില്ല കേട്ടോ. പക്ഷേ ചില ആളുകളുണ്ട്, ഇപ്പോൾ ഒരു പപ്പായ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് 3 നേരം ഓടിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ പപ്പായ വെച്ചിട്ട് രാവിലെ ഒരു മോര് കൂട്ടാൻ കറിയോ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ ഒരു തോരനോ അങ്ങനെയൊക്കെ വെച്ചിട്ട് പപ്പായ അല്ലാത്ത രീതിക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഇത് പ്രായോഗികമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക്, അതായത് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിലും, നമ്മൾ ഏജ്ഡ് അല്ല, ഞാൻ 30 വയസ്സിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, പക്ഷെ നമ്മൾ ഏജ്ഡ് ആണെന്നല്ല ഉദ്ദേശിച്ചത്. കാരണം 20കളെ അപേക്ഷിച്ച് നമ്മുടെ 30കൾ ഒന്നും കൂടി നമ്മളൊന്ന് ഏജ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളും ഇത് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് തിളപ്പിക്കാത്ത പാല്. നമ്മൾ ഡയറിയിൽ നിന്നും മറ്റുമൊക്കെ മേടിച്ചിട്ട് വരുന്ന പാലുണ്ടാവുമല്ലോ, അത് നല്ലതുപോലെ നമ്മൾ ഡബിൾ ബോയിൽ നമ്മൾ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അതിലും ലിസ്റ്റീരിയ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ കുഞ്ഞിന് നല്ലതല്ല. ഒരുപാട് ആളുകൾ ഷേക്ക് ആണെങ്കിലും സ്മൂത്തീസ് ആണെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അത് പ്രിപ്പയർ ചെയ്യുന്നതിന് കുറച്ച് നേരം മുമ്പ് പാല് നല്ലതുപോലെ തിളപ്പിച്ച് ആറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങളത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. കൂൾ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലാതെ പച്ച പാക്കറ്റ് പാലുണ്ടാവുമല്ലോ, നമ്മൾ മിൽമേനൊക്കെ മേടിച്ചിട്ട് വരുന്ന പാൽ അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ
നമ്മൾ ഷേക്സ് പ്രിപ്പയർ ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്ക് ഹെൽത്തി ആയിക്കൊള്ളണമെന്നില്ല. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും ആഡ് ചെയ്തിട്ട് ഷേക്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്, അതുപോലെ ഇപ്പോൾ സ്മൂത്തീസ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വെയിൽ കൂടെ പോകണമെങ്കിൽ അതൊന്ന് ബോയിൽ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അടുത്ത കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ മുരിങ്ങാക്കോലാണ്. ഇതിൽ ആൽഫ സിസ്റ്ററോൾ അടങ്ങിയിട്ടുണ്ട്. ഇത് യൂട്രസിലെ മസിൽസ് സ്മൂത്ത് ആയിട്ട് നമുക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നതിന് കാരണമാവുന്നുണ്ട് കേട്ടോ. ഒരു മുരിങ്ങാക്കോലിൻ്റെ ഒരു ഭാഗം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് മിസ്കാരേജ് ഉണ്ടാവില്ല. പക്ഷെ ഒരുപാട് ആളുകൾ മുരിങ്ങാക്കോലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും മുരിങ്ങാക്കോൽ എടുത്ത് കഴിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അടുത്തൊരു കാറ്റഗറിയിൽ വരുന്നത് അലോവേരയാണ്. നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ് അലോവേര. പക്ഷെ ചില ആളുകൾ അലോവേര കഴിക്കാറുണ്ട്, ചില ആളുകൾ അലോവേര ജ്യൂസ് കുടിക്കാറുണ്ട്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. കാരണം മിസ്കാരേജ് ഉണ്ടാവാനായിട്ട് അത് ഒരുപാട് കാരണമാകുന്നുണ്ടെന്ന് തെളിയിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത കാറ്റഗറിയാണ് റോയോ അല്ലെങ്കിൽ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള എഗ്ഗ്. അതായത് നമ്മൾ പച്ചമുട്ട കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. ചിലർ പാതി കുക്ക് ചെയ്തിട്ടുള്ള മുട്ട കഴിക്കുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ബുൾസൈ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പുഴുങ്ങിയെടുക്കുന്ന മുട്ടയാണെങ്കിലും പകുതി വെന്ത മുട്ടയുണ്ടാകും. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് നല്ലതല്ല. ഇതിലെല്ലാം സാൽമോണല എന്ന ബാക്ടീരിയ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഒപ്പം കിട്ടുന്ന മയോണൈസും പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു മുട്ടയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ സൺഫ്ലവർ ഓയിലൊക്കെ ഇട്ടിട്ടാണ് മയോണൈസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് മൂന്നും നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇപ്പോൾ മുട്ടയാണെങ്കിലും ഒരുപാട് നേരം കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മയോണൈസ് നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, അതുപോലെ ഫുഡ് പോയ്സൺ ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ബുൾസൈ കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റുക. ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും മുട്ട നല്ലതുപോലെ വേവിച്ചിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് നിങ്ങൾക്ക് ന്യൂട്രിയൻസ് ഉണ്ടാവാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് ഞണ്ട്. ഒരുപാട് ഇപ്പോൾ എന്താ പറയുക, കായലിൻ്റെയും അതുപോലെ കടലിൻ്റെയൊക്കെ സൈഡിൽ താമസിക്കുന്നവർക്കുമൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഞണ്ട്. ഞണ്ടിൽ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് നല്ലതാണ്. കാരണം കാൽസ്യം നമ്മൾ എടുക്കുമ്പോഴേക്കും അത് കുഞ്ഞിന് വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ശരീരത്തിലോട്ട് വേണ്ടിയിട്ടും കാൽസ്യം കിട്ടുന്നു. പക്ഷേ ഇത് കൂടുതലായിട്ട് എടുക്കുന്നത് ഞണ്ടാണെങ്കിലും, ഞണ്ടിപ്പോൾ നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ എന്ന് പറയും ഞണ്ട്. അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ഞണ്ടിൻ്റെ ആ ഒരു മാംസം ഉപയോഗിക്കുന്നത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞണ്ടും കൂടുതലായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഒരു ഞണ്ടെടുത്ത് നിങ്ങൾ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. കാരണം അതിൻ്റെ ആ ഒരു ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അതിൽ ഉണ്ടാവില്ല. അത് നമ്മൾ ഒരു ഇച്ചിരി കഴിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞണ്ട് ഒരുപാട് നേരം കുക്ക് ചെയ്തിട്ടുള്ള ഗ്രേവി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ആ സമയത്തൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്തേക്കാം. കുറച്ച് ദിവസമല്ലേ, ഓവുലേഷൻ കഴിഞ്ഞിട്ടൊരു 6 ദിവസം അല്ലെങ്കിൽ ഒരു 12 ദിവസം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. അടുത്തത് പ്രോസസ്ഡ് മീറ്റ് ആണ്. പ്രോസസ്ഡ് മീറ്റിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ്. ഇപ്പോൾ സോസേജ് പോലുള്ള ഐറ്റംസ് ഒക്കെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ടും മിസ്കാരേജ് ഉണ്ടാവാനായിട്ടും കാരണമാവുന്നുണ്ട്. കണ്ടിന്യൂസ് യൂസേജിനെ പറ്റിയിട്ടാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ അൺവാഷ്ഡ് ആയിട്ടും അതുപോലെ പീൽ ചെയ്യാതെ കളഞ്ഞിട്ടുള്ള വെജിറ്റബിൾസോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്രൂട്ട്സോ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ വീട്ടിൽ കടന്നിട്ട് തൊണ്ട് ചെത്തി കളയുന്നുണ്ടെങ്കിലും അത് നല്ലതുപോലെ നമ്മൾ കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അതല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടോക്സോപ്ലാസ്മോസിസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഫുഡ് പോയ്സൺ ഉണ്ടാവാനായിട്ടും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. വെജിറ്റബിൾസും ഫ്രൂട്ട്സും നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും കുറച്ചൊരു ഉപ്പോ അല്ലെങ്കിൽ ഒരു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുക കേട്ടോ. അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് മസാല. നമ്മളിപ്പോൾ ഓവറായിട്ട് ഉപയോഗിക്കുന്ന സ്പൈസസ് ആണെങ്കിലും കറി മസാലകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉണ്ടാകുമല്ലോ, ഗ്രാമ്പൂ ആണെങ്കിലും പട്ടയാണെങ്കിലും നമ്മുടെ ഏലക്കയാണെങ്കിലും ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് ഓവുലേഷന് ശേഷം ഗ്രാമ്പു വെള്ളമൊന്നും കുടിക്കാനേ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ ഇത്രയും കാറ്റഗറിയിൽ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി തിട്ടപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കേട്ടോ. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.